ശബരിമലയിൽ ഭക്തിയുടെ പരിപൂർണതയിൽ എത്തിക്കുന്ന നിമിഷമാണ് രാത്രിയിലെ ഹരിവരാസന ആലാപന സമയം. നിരവധി പ്രത്യേകതകളാണ് ഹരിവരാസനം കീർത്തനത്തിന് ഉള്ളത്. എന്തൊക്കെയാണ് ഈ പ്രത്യേകതകൾ? ഈ റിപ്പോർട്ട് കാണാം. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം. വൃശ്ചിക മാസത്തിൽ മണ്ഡലകാലം എത്തിയാൽ എവിടെയും മുഴങ്ങിക്കേൾക്കുന്ന ഗാനമാണ് ഹരിവരാസനം. അയ്യപ്പന്റെ ഉറക്കുപാട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അത്താഴ പൂജയ്ക്ക് ശേഷം അയ്യപ്പന്റെ രൂപത്തെയും ഭാവത്തെയും പ്രകീർത്തിച്ചാണ് ഈ ഗാനം ഈ സന്നിധിയിൽ ചൊല്ലുന്നത്. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. മധ്യമാവധി രാഗത്തിൽ സംസ്കൃതത്തിലാണ് ഹരിവരാസനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഗാനഗന്ധർവൻ യേശുദാസിന്റെ ശബ്ദത്തിലാണ് ഇത് മുഴങ്ങി കേൾക്കുന്നതെങ്കിലും അയ്യപ്പൻ ഉറങ്ങണമെങ്കിൽ സ്വാമികൾ നടയ്ക്ക് പുറത്ത് നാമജപം മാതിരി ഇത് പാടണം. കമ്പക്കുടി കുളത്തൂർ സുന്ദരേശനാണ് ഹരിവരാസനത്തിന്റെ രചയിതാവെന്നാണ് വിശ്വാസം. പിൽക്കാലത്ത് ഹരിവരാസനത്തിന്റെ അവകാശം പേറി ഒന്നിലധികം ആളുകൾ എത്തിയിട്ടുണ്ട്. അയ്യപ്പധർമ്മം പ്രചരിപ്പിക്കാൻ വിമോചന സ്വാമികളായി മാറിയ കൃഷ്ണൻ നായർ ദക്ഷിണേന്ത്യൻ മുഴുവൻ ഹരിവരാസനത്തിന്റെ ഖ്യാതി വർദ്ധിപ്പിച്ചു. 1955 വിമോചനാനന്ദ സ്വാമി ശബരിമലയിൽ ഹരിവരാസനം ആലപിച്ച ശേഷം ഇക്കാലം അത്രയും ഹരിവരാസനം പാടിയാണ് ശബരിമല നടയടയ്ക്കുന്നത്. തുരഗവാഹനം സുന്ദരാനനം വരഗദായുധം വേദവർണിതം ഗുരുകൃപാകരം കീർത്തനപ്രിയം. പകൽ മുഴുവൻ ഭക്തജനങ്ങളുടെ ആരവം. 10:50 ഹരിവരാസനം ചൊല്ലി നടയടച്ചാൽ ശരണം വിളികളില്ല. സന്നിധാനം ആകമാനം ശാന്തം. ഇത് നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി മറ്റൊന്നാണ്. സന്നിധാനത്ത് നിന്നും അനന്തോബി നായർക്കൊപ്പം YS അഭിനന്ദ്, 24.